ഒന്നാം അധ്യായം അതിൻ്റെ 12 മുതൽ 12ഉം 13ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Colossians 1 verse 12 and 13. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത, കേൾക്കാത്ത, പറയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്തോത്രം ചെയ്യുന്നത്. But here it's talking about some things that we don't give thanks for. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളുടെ ഭൗതികമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിന് സ്തോത്രം ചെയ്യണമെന്നല്ല ഇവിടെ പറയുന്നത്. The apostle is not telling us to give thanks for the things you receive in this earth. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ഭൂമിയിൽ സ്തോത്രം ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കളയണം. All the things that we say thanksgiving in this earth, we have to leave behind. നമുക്ക് ലഭിച്ച കാറായാലും വീടായാലും വസ്തുക്കളായാലും ബാങ്ക് ബാലൻസ് ആയാലും ഇതെല്ലാം ഇവിടെ കളയണം. All the cars, all the property we have നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും നമ്മൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും സ്തോത്രം ചെയ്യുന്നത്. And the majority of our life we give thanksgiving for these things. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. We pray and fast for these things. എന്നാൽ വ്യത്യസ്ത നിലവാരത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നിങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But the apostle Paul is telling the Colossians that you have to be different than that. അപ്പൊ കൊലോസ്യ സഭയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്നു. So in the Colossian church there was a problem that false teachers came. അപ്പോൾ ഈ കൊലോസ്യ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. Epaphras was the one who established the church in Colossae. അപ്പോസ്തലനായ പൗലോസിന്റെ എഫെസോസിലെ ശുശ്രൂഷയിലിടയിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് എപ്പഫ്രാസ്. Epaphras was the man who got saved during his journey to Ephesus. ആ എപ്പഫ്രാസ് ആണ് ഈ സഭ സ്ഥാപിച്ചതായിട്ട് ഇതിന്റെ ചരിത്ര രേഖകൾ അവകാശപ്പെടുന്നു. The historical context says that Epaphras was the one who established. അപ്പോൾ ഇത് റോമിൽ നിന്ന് 4 ലേഖനങ്ങൾ എഴുതി അതിനകത്ത് ഒരു 3ാമത്തെ ലേഖനമാണ് കൊലോസ്യ ലേഖനം. So when the apostle was writing the epistles from Rome, this was his 3rd epistle. എഫെസ്യ, ഫിലിപ്പിയ, കൊലോസ്യ, ഫിലമോൻ തുടങ്ങിയ 4 കാരാഗൃഹ ലേഖനങ്ങൾ എഴുതിയ ഒരു ലേഖനമാണ്, 3ാമത്തെ ലേഖനമാണ് കൊലോസ്യ ലേഖനം. Ephesians, Philippians, Colossians and Philemon was the epistles he wrote from the prison. ഇവിടെ ഒത്തിരി ഫോൾസ് ടീച്ചിങ് കടന്നു വന്നു. A lot of false teaching came here. അപ്പോൾ അവരെ റീസ്റ്റോർ ചെയ്യാൻ, അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. So this epistle was written to establish them in the word of God. നമ്മൾ ഈ ദിവസങ്ങളെ ദൈവവചനത്തിൽ ഉറയ്ക്കുന്നവരായി തീരണം. We have to be established in the word of God. നമ്മൾ പാരമ്പര്യമായി കേട്ട് പഠിച്ച പല കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ മറക്കണം. We have to forget those things we learned by tradition. നമ്മൾ വിശുദ്ധ വചനത്തുമ്പിൽ നമ്മൾ തുറന്ന ഹൃദയവുമായിട്ട് വചനത്തെ സമീപിക്കണം. We have to come to the word of God with open hearts. നാം എല്ലാവരും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചവരാണ്. We have received the gift of the Holy Spirit. പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ വചനം റിവീൽ ചെയ്ത് കിട്ടത്തുള്ളൂ. Only those who receive the Holy Spirit will have the word revealed to them. എനിക്ക് വചനം റിവീൽ ചെയ്ത് കിട്ടിയെങ്കിൽ നിങ്ങൾക്കും കിട്ടും. If I have the word revealed to me, you also will have the word revealed. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം നിങ്ങൾക്ക് മുമ്പായിട്ട് വെളിപ്പെടും. So when you pray to God about that, he will reveal his word to you. അതുകൊണ്ട് പൗലോസ് 1 കൊരിന്ത്യർ 4 അധ്യായത്തിൽ പറഞ്ഞു, നാം ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. That's why Paul says in 1 Corinthians that we are the stewards of the mysteries of God. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ഗൃഹവിചാരകന്മാർ അന്വേഷിക്കുന്നവർ വിശ്വസ്തരായിരിക്കണം. And it's to be seen in the stewards that they should be faithful. ഇവിടെ ഈ വായിച്ച വേദഭാഗത്തെ നമുക്ക് 3 കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്യണം. We have to give thanks for 3 things here. ഒന്ന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. 1, for the inheritance of the saints in light. 2, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ആക്കി വെച്ചതിനായിട്ട്. 2, we have to give thanks for because he has delivered us from the പാപമോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നതിനായിട്ട്. And for the redemption that we received. ഞാൻ അതിനെ 1ാമത്തെ ഭാഗം അവസാനം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. I would like to focus on the first part at the last. അതിനകത്ത് 2ാമത്തെ ഒരു പദപ്രയോഗമാണ്. 2ാമത്തെ വാക്യം പറഞ്ഞു ഇരുട്ടിന്റെ അധികാരം. The second part of it says the power of darkness. ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ പല വചനങ്ങളുണ്ട്. നമ്മളിങ്ങനെ ചിന്തിക്കണുള്ളത് ഈ മിക്കവാറും എല്ലാ സഭകളിലും ദൈവജനത്തിന് ഇഷ്ടമുള്ളത് നോക്കിയാണ് ഓരോരുത്തരും മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് എന്താ ഇഷ്ടം, അവർക്ക് ഭൗതിക നന്മകളാണോ ആശ്വാസത്തിൻ്റെ വചനമാണോ, ഇതൊക്കെ ചിന്തിച്ചിട്ട് അതിനെ പ്രാർത്ഥിച്ചിട്ടാണ് പലയിടത്തും നമ്മൾ മെസ്സേജ് കൊടുക്കാനൊക്കെ പോകുന്നത്. Many times we give the message based on what the people want to hear. ഞാൻ വിചാരിച്ച കർത്താവേ, ഈ വചനമാണ് എനിക്കിങ്ങനെ ഉള്ളിലോട്ട് വരുന്നത്.
this was the word that was coming to my heart. ഇതൊക്കെ പ്രസംഗിച്ചാൽ ഇത് ജനം ഏറ്റെടുക്കുമോ? Will the people receive this word if it's preached? ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? Is there anything special in this text? അപ്പം നമ്മൾ സ്തോത്രം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതുവരെ സ്തോത്രം ചെയ്യൽ വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. We have to give thanks separately, differently than the way we used to give. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. We have to change our mindset. നമ്മുടെ ഭൂമിയിലെ കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നതിനോടോ അതിനുപരിയായിട്ട് നമ്മൾ ഏറ്റവും അധികമായി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഇതിനാണ്. We have to give more thanks for these things in this text rather than things on the earth. നമ്മുടെ ആരാധനകളിൽ ദൈവത്തിന് നമ്മൾ ആരാധന പാട്ടുകളൊക്കെ വളരെ ഭംഗിയുള്ള പാട്ടുകളായിരുന്നു നമ്മൾ പാടിയതൊക്കെ. We sang many beautiful songs in worship. അപ്പോൾ അതിലൊക്കെ നമ്മളെ അല്ലെങ്കിൽ എഡിഫൈ ചെയ്യുന്ന ചില വിഷയങ്ങൾക്ക് നമ്മൾ സ്തോത്രം ചെയ്യണം. So we have to give thanks for those things which edify us. നമ്മൾ പറയണ എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. We have to say that we have been delivered from the power of darkness. വാ കൊണ്ട് പറയണം. We have to confess with our mouth. അത് കൺഫസ് ചെയ്യണം. We have to confess that. അപ്പൊ ഇവിടെ ഇന്ന് കർത്താദാസൻ ജിംബ്രാർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ, Just as Jim brother preached, ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഈ വചനവുമായിട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം ഇരുട്ടിനെയും വെളിച്ചത്തെയും കുറിച്ച് പ്രസംഗിക്കാനിടയായി. and he also preached on darkness and light. അപ്പൊ യേശുവിനെ പറ്റി ഇന്ന് അദ്ദേഹം പ്രസംഗിക്കാനിടയായി. He preached on Christ. അപ്പൊ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. In him was life, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. and that life was the light of man. അപ്പൊ വെളിച്ചമോ ഇരുളിൽ പ്രകാശിക്കുന്നു. And the light shines in the darkness. അപ്പൊ മലയാളത്തിൽ എനിക്ക് ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല. And in the Malayalam it's written that അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് അതിനെ ഇരുട്ടിന് വെളിച്ചത്തെ മനസ്സിലായില്ലെന്ന. In the English it says that darkness cannot comprehend the light. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ പ്രിയമുള്ളവരെ, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. We have been delivered from the power of darkness. അപ്പൊ ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. So we are going to examine if we are delivered from the power of അപ്പൊ അത് darkness. നമ്മൾ പരിശോധിക്കണമെങ്കിൽ ഇരുട്ടിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. So we have to examine that. We have to understand what are things of എങ്കിൽ darkness. മാത്രമേ നമ്മൾ ഇത് ഡെലിവർ ആയിട്ടുണ്ടോ എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. Then only we will have the confidence that we are delivered from it. എങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിലായത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. We are going to think about how we became in the kingdom of അപ്പൊ God. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്ന അവിടെ എഴുതിയിരിക്കുന്നത്. It says that we have been transferred to the kingdom of God. അപ്പൊ നമ്മൾ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങൾ ഇത് നമുക്ക് ചെറിയ മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് വായിക്കാം. Ephesians 2 verse 1 to 7. അപ്പൊ നമ്മളെ ഒരു കാലത്തെ അതിക്രമങ്ങൾ, പാപം, അതിക്രമിച്ച് കിടക്കരുത്. അപ്പൊ നമ്മൾ നിയമങ്ങൾ ലംഘിച്ചവരാണ്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു അത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തവരാണ്. അതാണ് അതിക്രമിക്കുക എന്ന് പറയുന്നത്. So we are transgressors because we transgressed and disobeyed what God told us. പാപത്തിൽ മരിച്ചവരായിരുന്നു. We were dead in sin. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ പാപം ചെയ്തുകൊണ്ടല്ല, ആദാമിന്റെ പാപം നമ്മുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ പാപത്തിൽ ഓൾറെഡി മരിച്ചവരാണ്. Not because we sinned, but because through Adam we are already dead in sin. അടുത്ത വചനം പറയുന്നു, 2-ാമത്തെ വചനം പറയുന്നു, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ പവർ എന്ന് പറഞ്ഞാൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അതിന്റെ ഒരു പവറുണ്ട്, അതിന്റെ അധികാരം. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവുണ്ട്, ദുരാത്മാവ്. ഇപ്പൊ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഈ പവർ ഓഫ് ഡാർക്ക്നെസ് വ്യാപരിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ കഴിഞ്ഞ പിന്നെ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊന്നതും എന്തുകൊണ്ടാണ്? ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. ഈ ദേശത്ത് these things that are happening around us are because of the powers of darkness here. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളതായിട്ടുള്ള പല കാര്യങ്ങൾ, വേൾഡിലി ആയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മെ ഡെലിവർ ചെയ്യുന്നു. So the Lord has delivered us from all these worldly things. നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് അകത്ത് വേണം. We have to have a confidence in our heart. അപ്പൊ നിങ്ങൾ അത് വാ തുറന്ന് പറയണം. So we have to confess that. നിങ്ങൾ വായ് തുറന്ന് പറയുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുപോകും.
When we confess that, the evil forces will go. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു ദുഷ്ടൻ നിന്നെ തൊടുകയില്ല. That's why John said that the evil one will not touch you. അപ്പോൾ ഇതെല്ലാം വേൾഡിനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളാണ്. So these are the things that control the world. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. That's why John said the whole world is in the sway of the wicked one. അപ്പോൾ ഇവരെ എല്ലാം പിശാച് നിത്യമായ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. So the devil is leading them to eternal damnation. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങള്, ഡ്രഗ്സ്, അതുപോലെ പിന്നെ ആൽക്കഹോള്, അതുപോലെ പിന്നെ സെയിം സെക്സ് മാരേജ്, അതുപോലെ പിന്നെ ലിവിങ് ടുഗദർ, ഇങ്ങനെയുള്ളതായ ഇരുട്ടിന്റെ അധികാരങ്ങളിൽ മനുഷ്യൻ പെട്ടുപോകുന്നതിന്റെ കാരണം അതാണ്. That is why many things like same-sex marriage, living together, drugs, alcohol happen. ദൈവവചനം പറയുന്നു ഇത് നമ്മെ വിടുവിച്ചു. But the word of God says that we have been അതിന് നമ്മൾ delivered, സ്തോത്രം ചെയ്യണമെന്ന്. and we have to give thanks for that. ഹല്ലേലൂയ, സ്തോത്രം. അനുസരണക്കേണ്ട ഇതൊക്കെ ഞാൻ ആ ഭാഗം ഇവിടെ ഒരുമിച്ചാണ് ഞാനത് പറഞ്ഞത്. അതിന്റെ 3-ാമത്തെ വാക്യം. അപ്പൊ നമ്മളും ഒരു സമയം വരെ ഇതിനകത്തൂടെ കടന്നുപോയവരാണ്. So we were also going through that. ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഈ ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. We have to examine, are some of these things attacking us? ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ആകുന്നുണ്ടാണ്. Are we being engaged in those things? നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. Then we have to repent from that. ഇത് പൗലോസിന്റെ മേൽ ദൈവം നിയോഗിക്കപ്പെട്ട ശുശ്രൂഷയാണ്. It was a ministry that God entrusted Paul. പൗലോസിന്റെ മേൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് നേരിട്ട് ഡെലിവറി ചെയ്ത് പൗലോസിനെ ഒരു മിനിസ്റ്റർ ആക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. Paul was anointed as a minister for this reason. അപ്പോൾ പൗലോസിനോട് കർത്താവ് പറഞ്ഞ മിനിസ്ട്രിയാണ് പൗലോസ് കൊലോസിയ സഭയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. So Paul is handing over this ministry to the Colossians. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ മിനിസ്ട്രി നമുക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. The Holy Spirit has handed over this ministry to us. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ In Acts chapter 26 verse 18, കർത്താവായ യേശുക്രിസ്തു പൗലോസുമായിട്ടുള്ള എൻകൗണ്ടറിൽ പൗലോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. it talks about the thing what Jesus spoke to Paul. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ 18 നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അവർക്ക് പാപമോചനം ലഭിക്കണം. The first thing is that they have to be redeemed from sin. രണ്ടാമത് അപ്പോൾ വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട പാപക്ഷമ ലഭിച്ച ആമേൻ കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മളെ പാപങ്ങളെ മുൻകഴിഞ്ഞ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത വിശുദ്ധന്മാരുടെ ഇടയിൽ ഉള്ള അവകാശം ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണുകൾ അകത്ത് ഇരുട്ടായ ഡാർക്ക്നെസ് ആയിട്ടുള്ള കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിനും അവരെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക്, ആമേൻ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും ഞാനിപ്പോൾ നിന്നെ അവരുടെ ജാതികളുടെ ഇടയിലേക്ക് അയക്കുന്നു. ഇതാ മിനിസ്ട്രി പൗലോസിന് കൊടുത്തു. ഈ മിനിസ്ട്രിയാണ് പൗലോസ് കൊലോസിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യുക. This was the ministry for which Paul was giving thanks. നമ്മള് ഈ നാട്ടിൽ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, നാട്ടില് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വിട്ടുകൊടുത്തിരിക്കുക. Back home we give our children to the Sunday school teachers. കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് നേരെ ആവണ അധ്യാപകരെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക. If they have to be right, we give them to the teachers. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ പാരന്റ്സിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. So the parents don't have any responsibility. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം ഇരുട്ടിന്റെ അധികാരങ്ങളെ സ്വാധീനിക്കാതിരിക്കണം നിങ്ങളുടെ കുടുംബത്തിനകത്ത് പണിയണം. You have to build in your families if the evil forces should not attack the children. അത് കുഞ്ഞിലേ തന്നെ അത് ചെയ്യണം. From the childhood we have to do that. കുഞ്ഞിലേ തന്നെ ഫാമിലി പ്രയറിൽ അവരെ കൊണ്ട് ദൈവവചനം വായിപ്പിക്കണം. From the childhood itself we have to make them read the word. കുടുംബത്തിന്റെ നാഥൻ ആ വചനങ്ങളൊക്കെ വായിച്ചവരെ പ്രബോധിപ്പിക്കണം. The head of the family has to encourage from the word of God. ഇത് എന്റെ ഉപദേശമല്ല. This is not my teaching. ഇത് പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ കാര്യങ്ങളാ. This was the thing which was revealed to Moses in the Old Testament. യോശുവയോട് പറഞ്ഞ കാര്യങ്ങളാ. These were the things that were spoken to Job. ദാവീദിനോട് പറഞ്ഞ കാര്യങ്ങളാ. It was the things spoken to David. അപ്പൊ തലമുറകളെ നമ്മളെ ഡിസിപ്ലിനിലേക്ക് കർത്താവിന്റെ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ് എങ്കിൽ തന്നെയും
ഞാൻ വിശ്വസിക്കുന്നത് ഭൂരിഭാഗവും നമ്മുടെ ഭവനത്തിനകത്ത് നടക്കണ ഈ ക്രിയ. The majority of the responsibility belongs to the family to bring up the children in the instruction. ഇവിടുത്തെ സൺഡേ സ്കൂൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 1/2 മണിക്കൂർ 25 മിനിറ്റാണ് കിട്ടുന്നത്. Here in the Sunday school we only have half an hour. നമ്മുടെ വർഷിപ്പ് എല്ലാം കൂടെ 2.5 മണിക്കൂറാണ്. And our worship is only 2.5 hours. ബാക്കി 7 ദിവസത്തില് നമ്മൾ ഇന്ന് ഞായറാഴ്ച 2-3 മണിക്കൂറാണ് ഇവിടെ ഉള്ളത്. ബാക്കി 21 പ്ലസ് 6 × 24 എല്ലാം കൂടെ കൂട്ടിയാൽ നമ്മൾ മിക്കവാറും വീട്ടിലാണ്. And majority of the time we are in home. നമ്മുടെ പണി നടക്കേണ്ട നമ്മുടെ കുടുംബത്തിലാണ്. We have to build ourselves in the family. നമ്മൾ അവരോട് പറയാം, നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തുള്ളവരല്ല. We have to say that you are not of darkness. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ we belongs to Jesus Christ. We have to say to children we belong to Jesus. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, We have to say, ആ വചനം അവിടെ വ്യാപരിക്കും. and the word will spread there. ആ പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുപോകും. The evil forces will leave. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന്റെ അംശികളായി മാറും. The children will become partakers of the kingdom. അവരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കും. The Holy Spirit will work in them. അവർ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ ദൈവവചനം സ്പ്രെഡ് ചെയ്യുന്നവരായി തീരും. When they go to school and college, they'll spread the word of God. കോളേജിൽ ഈ മെസ്സേജ് അവർ കൊടുക്കാനായിട്ട് പറ്റും. Then they'll be able to share the message. അമ്മേ, അവർ ഈ ഭൂമിയിലുള്ളവരല്ല, ഞങ്ങൾ നിത്യതയ്ക്കുള്ളവരാണ്, ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങൾ പ്രവാസികളാണെന്നുള്ള മെസ്സേജ് അവർക്ക് കൊടുക്കണം. Then we have to give them message that they're pilgrims in this earth. ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ലോകത്തിന്റെ മോഹങ്ങളുടെ പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിപ്പോകും. If you don't give this message, the world, they will run after the desire. അമ്മേ, നമ്മുടെ അയലത്തുകാരൻ ഏറ്റവും മനോഹരമായ വീട് മേടിക്കുമ്പോൾ അപ്പനോട് പറയും, അപ്പ അതിനേക്കാൾ മെച്ചമായത് എനിക്ക് മേടിക്കണമെന്ന് പറയും. When our neighbor builds a great house, our children will say to build greater than that. അമ്മേ, ലോത്ത് വീട്ടിനകത്തിരിക്കുമ്പോൾ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആമേൻ നിത്യതയ്ക്ക് വേണ്ടി നിത്യതയുടെ വെളിച്ചം അവർക്ക് കൈമാറ്റി കൊടുത്തുകൊണ്ടേയിരുന്നു. Abraham, Isaac and Jacob lived in tents and they shared the vision. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അവരുടെ മേൽ വന്നത്. That's why the election came upon them. അതുകൊണ്ടാണ് ദൈവം അവരെ ആമേൻ സ്തോത്രം പിതാക്കന്മാരെന്ന് വിളിക്കുവാനിടയായി തീർന്നു. That's why God called them the fathers. ആമേൻ, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ കോൺസെപ്റ്റ് അതാണ്. That is a concept God has for us. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് വ്യൂ അതാണ്. That's God's perspective view on us. അനേകരെ ഇരുട്ടിൽ നിന്ന് വിടുവിക്കണം. To redeem people from darkness. നമ്മുടെ കുടുംബത്തിനകത്തെ ഇരുട്ടുകൾ ആദ്യം മാറിപ്പോകണം. Our darkness in our family have to. എങ്കിൽ മാത്രമേ വെളിച്ചം മറ്റുള്ളവർ കൊടുക്കാനായിട്ട് Then പറ്റത്തുള്ളൂ. we will be able to share this light. സ്തോത്രം. നമ്മുടെ സമയം വളരെ മുന്നോട്ട് കടന്നു പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനതങ്ങനെ ചുരുക്കി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇതിന് ഒഴിവായിട്ടല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. I'm including myself in this message. ആമേ, എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. I'm including myself. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഈ ലോകത്തെ വ്യാപരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എവിടെയെങ്കിലും ഭാഗഭാക്കായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. So when the forces of darkness are in this world, we have to see if we have a part of that in us. ആമേൻ. നമ്മൾ അതിലേക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ കൺഫസ് ചെയ്യണം. We are those who are saved, so we have to confess that. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ ക്രിസ്തുവിന്റെ നീതി വെളിപ്പെടും. So in our organs of body, Christ's ആ righteousness will ക്രിസ്തുവിന്റെ നീതി നമ്മളെ ആമേൻ ദൈവരാജ്യത്തിന്റെ നീതിയിലേക്ക് നടത്തും. then Christ's righteousness will lead us to ഇതാണ് ഈ righteousness of God. ദൈവോധനം നമ്മളെ അനുശ്വാസിക്കുന്നത്. That's what the word of God teaches us. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത സംസാരിക്കത്തില്ല. Then we will not speak what's not needed. ആമേൻ. ഇറവലന്റ് ആയിട്ടുള്ള ലൂസ് ടോക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരത്തില്ല. Irrelevant loose talk will not come out of our mouth. പലപ്പോഴും നമ്മുടെ വായിൽ നിന്നൊക്കെ എന്റെയും വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്. It has come from our mouths. പലപ്പോഴും ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടണമെന്ന്. Many times I thought to repent from that. എന്നാലും നമ്മൾ കന്നി ചെല്ലുമ്പോൾ കന്നും കൂട്ടത്തിൽ ചേർന്ന പോലെ പലപ്പോൾ അറിയാതെ പലതും പറഞ്ഞു പോകും. And sometimes we speak unknowingly. സ്തോത്രമല്ലേ. ഞാനത് പറഞ്ഞു വരുന്നത് നമ്മൾ തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തണം. We have to correct those things which have to be corrected. ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് അകത്ത് വന്നാൽ നമ്മൾ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യാനിടയായി തീരും. So when the revelation of God's kingdom comes into us, we will അപ്പൊ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കും, കർത്താവേ എന്തുകൊണ്ട് 1-ാം നൂറ്റാണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നില്ല? Many times we pray, why aren't there miracles happening? ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തില്ല. Because the revelation of God's kingdom is not in അപ്പൊ us. നമ്മുടെ അകത്ത് കിടക്കുന്ന ഈ ലോകത്തിന്റെ വെളിപ്പാടാ. Because we have the revelation of this world around അപ്പൊ us. ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഓട്ടമായി മാറി ദൈവസഭകൾ. So the churches became a place to run after things of the world. നമ്മുടെ അകത്തുനിന്ന് റെവലേഷൻ നഷ്ടപ്പെട്ടു പോയി. We have lost the revelation. അമ്മേ, 1-ാം നൂറ്റാണ്ടിൽ അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാനിടയായി തീർന്നു. In the first century, they ran for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാനിടയായി തീർന്നു. They began to work for the kingdom of God. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക. They only had one aim, to establish God's kingdom on earth. ഇരുട്ടിൽ നിന്നും വിടുവിക്കുക. To redeem people from darkness. ദൈവം അവരുടെ ആഗ്രഹങ്ങളെ കണ്ട് കൃപാവരങ്ങൾ ധാരാളമായി പകരുവാനിടയായി. God saw their desires and gave them the spiritual gifts. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനിടയായി. And many people came to Christ. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഞാനല്ല, പരിശുദ്ധാത്മാവാണ്. I'm not speaking in the Holy Spirit. എനിക്ക് ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയത്തില്ല പ്രിയമുള്ളവർ. I'm not able to speak in this way.
ഇന്ന് പകൽക്കാലം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചത് മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടിയാണ്. We have been redeemed from darkness so that we can redeem others from the darkness. നമ്മളിപ്പോൾ ദൈവരാജ്യത്തിനകത്താണ്. Now we are in the kingdom of God. ഇവിടെ താഴോട്ട് നമ്മൾ സമയം കഴിഞ്ഞു പോയത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. I'm not reading those portions. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മളെ സ്വർഗരാജ്യത്തിൽ ഇരുത്തി. വായിച്ചാട്ടെ പെട്ടെന്ന്. സ്വർഗരാജ്യത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിനോട് ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തി, ദൈവരാജ്യത്തിൽ നമ്മളെ ഇരുത്തി. We have been seated in the kingdom of God. സച്ചിൻ പാസ്റ്റർ ഒരു പ്രാവശ്യം മെസ്സേജ് എടുത്താണ്, നിങ്ങളെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ആയിരിക്കും ദൈവരാജ്യത്തിലാണ്. So now we are in the kingdom of God. അപ്പൊ ദൈവരാജ്യത്തിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാവൂ. So we have to do what the kingdom of God decides. അപ്പൊ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവമാണ്. So the one who works in us is God. ദൈവത്തിന്റെ ആത്മാവാണ്. It's God's spirit in us. അപ്പൊ നമ്മൾ സ്ഥാപിക്കേണ്ട എപ്പോഴും ദൈവരാജ്യമായിരിക്കണം. So we have to establish God's kingdom. നമ്മൾ പിശാചിന്റെ രാജ്യം സ്ഥാപിക്കുന്നവരായി തീരല്ലേ. We should not be those who establish the devil's കാരണം kingdom. നമ്മുടെ അകത്തുള്ളത് പരിശുദ്ധാത്മാവാണ്. Because the one who is in us is the Holy Spirit. നമ്മുടെ ചിന്തകൾ പരിശുദ്ധാത്മാവിന്റെ ചിന്തകളായി തീരട്ടെ. Our thoughts should be the thoughts of the Holy Spirit. ഹല്ലേലൂയ, സ്തോത്രം. Amen. ആമേൻ. നമുക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിലെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 1 പത്രോസ് 4-5 1 അധ്യായം 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 Peter 1 verse 4 and 5. ആ ആ നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു അവകാശത്തിൽ നമ്മൾ സ്തോത്രം ചെയ്യണം പ്രിയമുള്ളവരെ. We have to thank God for this. നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. Our salvation will not fall away. നിങ്ങൾ സ്തോത്രം ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ടാകും. And when we give thanks, there will be hope in us. നിങ്ങൾ പിന്നെ നിങ്ങൾ നടക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ നടക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിനായിരിക്കും. Then we will work for God's will. നമ്മൾ ഇതിനൊക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതിന് സ്തോത്രം ചെയ്യണം. We have to wake up and say നമ്മൾ thanks for ആദ്യം that. എഴുന്നേറ്റ് സ്തോത്രം ചെയ്യണം, കർത്താവേ എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചല്ലോ. We have to give thanks that we have been delivered അതിനായിട്ട് ഞാൻ from നിനക്ക് darkness. സ്തോത്രം ചെയ്യുന്നു. For that we give thanks. വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് എന്നെ വിളിച്ച് വേർതിരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. We have to give thanks that we have been for the inheritance of the light. വെളിച്ചത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് ഇംപെരിഷബിൾ ആണ്, ഇൻകറപ്റ്റബിൾ ആണ്, അത് ഒരിക്കലും നശിക്കാത്തതാണ്. The inheritance of the light is incorruptible, undefiled, and will not fade away. അത് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞ് നിത്യജീവനായിരിക്കാം. And interpretation says that it's an എന്ത് eternal തന്നെ life. ആയാലും നിത്യജീവൻ നമുക്കുണ്ടെന്ന് അറിയാം. സ്വർഗത്തിൽ എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇന്നുവരെ ആരും അത് പ്രസംഗിച്ച് കേട്ടിട്ടുമില്ല. We do not know all those things that are there in heaven. അതൊന്നും ദൈവം എല്ലാ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. God has not revealed those things to us. അവിടെ പത്രോസ് പറയുന്നു, ദിവ്യശക്തിയാൽ കാക്കപ്പെടുന്നുണ്ട്. Here Peter says that we've been kept by the power of God. നിങ്ങൾ ഡിവൈൻ പവറിനാൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടവരാണ്. That you have been protected by the divine power. അതുകൊണ്ട് നിങ്ങൾ സാത്താനെ ഭയപ്പെടരുത്. So you should not fear the devil. കാരണം നമ്മൾ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്നവരാണ്. Because we are in the kingdom of God. അപ്പൊ നമ്മളെ ക്രിസ്തുവിനകത്ത് മറയപ്പെട്ടവരാണ്. So we are those who are covered by Christ. അപ്പൊ നമ്മളെ നോക്കുന്നവൻ ക്രിസ്തുവിനെയാണ് നോക്കുന്നത്. So those who look at us see Christ. അതാണ് കഴിഞ്ഞ ആഴ്ച കത്താൻദാസൻ ഇവിടെ പ്രസംഗിച്ച എഫേസ്യ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക എന്ന് പറയും. That's why it means to wear the armor of God. ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മുടെ പുറമേ ഉള്ളത് കൊണ്ട്, നമ്മൾ ഇതിനെ മറയപ്പെട്ടത് കൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. So because we're surrounded by the armor of God, we are protected. എബ്രായ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനാ വന്നത്. In Hebrews 2:16 it says that I came to protect this. ദൂതന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനല്ല. It's not to protect the angels. അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ജഡപ്രകാരമുള്ള സന്തതിയല്ല. The descendants of Abraham are not according to the flesh. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ വാഗ്ദത്തം ലഭിച്ച സന്തതികളാണ് അബ്രഹാമിന്റെ സന്തതികൾ. It is those who receive the promise through Christ are Abraham's നിങ്ങൾ descendants. അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. We are in the lineage of Abraham. നമ്മെ പ്രൊട്ടക്ട് ചെയ്യാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. Jesus came to protect us. അതുകൊണ്ട് നമ്മുടെ മേൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. So there is a protection over us. ആ പ്രൊട്ടക്ഷനാണ് ദാനിയേൽ പാസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് ദൈവം പിടിപ്പിച്ചത്. That is a protection that protected him. നമ്മുടെ ഓഫീസ് യാത്രകൾ, ഔദ്യോഗിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഈ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. In our office life and our family, that protection is there. ഇരുളോ അത് അറിയത്തില്ല. And the darkness cannot comprehend it. നമ്മുടെ പുറമേ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. There is outer protection for us. പകൽക്കാലം ഏറ്റെടുത്താട്ടെ, Receive വായ് തുറന്ന് കൺഫസ് ചെയ്താട്ടെ. Confess that with ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇരുട്ടിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത് കൊണ്ട് ഒരു ഭക്തൻ എവിടെ പോയാലും പൈശാചിക സാന്നിധ്യങ്ങൾ വിട്ടുമാറുവാനിടയായിത്തീരും. Wherever a person goes, the evil forces will leave. ഇത്ര വലിയ സന്ദേശം പൗലോസ് കൊലോസ്യ സഭയ്ക്ക് കൊടുക്കുകയാണ്. Such a great message Paul gives to the Colossians.
ഇത്ര വലിയ മെസ്സേജ് നമുക്ക് എവിടുന്ന് ലഭിക്കാനിടയായിത്തീരും? Where will we receive such a great message? ലോകത്തിലെ ഏതെങ്കിലും പ്രശസ്തനായ വേദശാസ്ത്ര പണ്ഡിതൻ എഴുതിയതല്ല ഇത്. This is not something a great theologian wrote. കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ മുദ്രയേറ്റ പൗലോസാണ് ഇത് എഴുതിയിരിക്കുന്നത്. This is the apostle of Jesus speaking. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം ഹല്ലേലൂയ നമ്മുടെ മേൽ കർത്താവ് കൈമാറ്റം ചെയ്യുകയാണ്. The Lord has handed over His word to us നമ്മളത് ഏറ്റെടുക്കുവാനായിട്ട് to receive that word. ഈ ദിവസങ്ങളിൽ മുന്നോട്ടുള്ള യാത്രകളിൽ ഈ വചനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്താൽ, If we journey carrying this word, നമ്മൾ സ്തോത്രം ചെയ്താൽ, when we begin to give thanks, നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി we will ലഭിക്കുവാനിടയായി. have a great entrance to the kingdom of God. ഈ വചനം അനേകർക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ, To share this word with many, നമ്മുടെ കൂടെ ക്രിക്കറ്റും വോളിബോളും ഫുട്ബോളും കളിക്കുന്നവർക്ക് കൈമാറ്റം ചെയ്യുവാൻ, to share this word with those who play sports, നമ്മുടെ with us. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുവാൻ, To share this word with those who study along with us, നമ്മുടെ നെയ്ബറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൈമാറ്റം ചെയ്യുവാൻ, to share this word with our neighbors. ദൈവത്തിന്റെ പരിശുദ്ധങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that the Holy Spirit will help us. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ അതിനുള്ള എല്ലാ കൃപാവരങ്ങളും നൽകപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that the Holy Spirit will give the gifts for that. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർ ടു പാസ്റ്റർ.